എല്ലാവർക്കും നമസ്കാരം. ഭാരത ദർശനം ആധ്യാത്മിക യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഗുരുവിൻ്റെ ഒരു പ്രസൻസ്, ഭഗവാന്റെ ഒരു പ്രസൻസ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ എപ്പോഴും മനസ്സുകൊണ്ട് സങ്കല്പം ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടും എന്നുള്ളത് നേരത്തെ പല വീഡിയോസിലൂടെയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗുരു എന്നുള്ളത് അല്ലെങ്കിൽ ഈശ്വരൻ എന്നുള്ളത്, ആ ഒരു തത്വം, ആ ഒരു എനർജി, നമ്മുടെ ഉള്ളിൽ സർവം സാക്ഷിയായിട്ട് നിൽക്കുന്ന ആ ഒരു ഊർജം പലപ്പോഴും നമ്മൾക്ക് അനുഭവവേദ്യമാകാറുണ്ട്. ഏതൊരു രൂപത്തിലാണോ നമ്മൾ ആരാധിക്കുന്നത് ആ ഒരു രൂപത്തിൽ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നതും അല്ലെങ്കിൽ നമുക്ക് അനുഭവങ്ങൾ തരുന്നതുമൊക്കെയായുള്ള പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കാൻ ആവുകയാണെങ്കിൽ ഏതൊരു അനുഭവവും ഏതൊരു യാത്രയും നമുക്ക് ഒരു പാഠമാകുമെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഈ ഒരു അനുഭവത്തിലൂടെ പറയാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വിയറ്റ്നാം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് എക്സാം ആയിരുന്നു. 24-ാം തീയതി വരെ അവൾക്ക് എക്സാമും ക്രിസ്മസ് ആഘോഷമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര പോവുമായിരുന്നു. അപ്പോൾ യാത്ര നേരത്തെ കുട്ടി പ്ലാൻ ചെയ്തത് എൻ്റെ മൂത്ത മകളാണ്. അപ്പം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടലല്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. കുടുംബവും ആധ്യാത്മികതയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. ഒന്നിനിൽ നിന്നും ഒളിച്ചോടാനുള്ള ഒരു ഉപാധിയായിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ അതാണ് ആദ്യം പ്രാഥമിക പാഠങ്ങളിലൊന്ന്. അപ്പോൾ കുടുംബത്തിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ, കാരണം വെക്കേഷൻ ടൈമിൽ മാത്രമേ ഇളയ ആൾക്ക് സ്കൂളിൽ ഒഴിവുള്ളൂ. മൂത്ത ആളാണെങ്കിലും അപ്പോൾ ക്രിസ്മസിനോടും ന്യൂ ഇയറിനോടും അനുബന്ധിച്ചാണ് അവൾ ലീവ് എടുത്ത് വന്നത്. അപ്പോൾ അവളാണ് വിയറ്റ്നാം യാത്ര പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ വിയറ്റ്നാം എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ആകെ കേട്ടുള്ള വിയറ്റ്നാം യുദ്ധത്തെ പറ്റിയാണ്. പിന്നെ അതിനെ നോക്കിയപ്പോൾ അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. അവിടെ പിന്നെ 70% ആൾക്കാർക്ക് മതമൊന്നുമില്ല. കുറച്ച് ബുദ്ധമതക്കാരുണ്ട്, കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ട്, അത്രേ അറിയുള്ളൂ. അപ്പം നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. നമ്മുടേതായ ഒരു ഊർജം, പവർ സെൻറ്റേഴ്സ് ഒക്കെ അവിടെ ഉണ്ടാവുന്നു. പക്ഷേ എൻ്റെ ഒരു രീതി, എൻ്റെ ഒരു ഇൻക്ലിനേഷൻ അറിയുന്നതുകൊണ്ട് വൃന്ദ കുറച്ച് പഗോഡകൾ, അതായത് ബുദ്ധമത ക്ഷേത്രങ്ങൾ എന്ന് പറയുമല്ലോ, അങ്ങനെ പഗോഡകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 1-2 അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ചെന്നപ്പോൾ ആദ്യത്തെ ദിവസം രാത്രി ഉണ്ടായ ഒരു അനുഭവമാണ് പറയുന്നത്. ചെന്ന അന്ന് രാത്രി ഞങ്ങളൊരു വാട്ടർ പപ്പറ്റ് ഷോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഹാനോയിലാണ് ചെന്നത്. അപ്പോൾ ഹാനോയിൽ ജലത്തിൻ്റെ ഉള്ളിലുള്ള ഒരു നഗരമാണ്. അവിടെ എവിടെ നോക്കിയാലും നല്ല പ്ലസൻ്റായ അറ്റ്മോസ്ഫിയറുമാണ്. എന്നാൽ ഇത് വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമാണ്, നമുക്കത് തോന്നുകയില്ല. അത്രയും പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഹാനോയ്. അപ്പോൾ അവിടെ വാട്ടർ പപ്പറ്റ് ഷോയ്ക്കാണ് പോയത്. അപ്പോൾ അവിടെ വിയറ്റ്നാമിൻ്റെ ഗ്രാമീണ ജീവിതങ്ങളും അവരുടെ സംസ്കാരവും, പിന്നെ അവർ വിശുദ്ധ മൃഗങ്ങളായിട്ട് കരുതുന്ന കുറച്ച് മൃഗങ്ങളുണ്ട്. അതിൽ ആമയുണ്ട്, പിന്നെ എന്താ പറയുക, യൂണിക്കോൺ ഉണ്ട്, പിന്നെ ഫിനിക്സ്, അങ്ങനെ കുറച്ച് മൃഗങ്ങളെ അവർ ഹോളിയായിട്ട് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പപ്പറ്റ് ഷോ ആയിരുന്നു. അപ്പോൾ അതിന് അവരുടേതായ വാദ്യോപകരണങ്ങൾ അപ്പുറത്തും ഇരുന്ന് വായിക്കുന്നുണ്ട്. ഇപ്പുറത്തിരുന്നിരിക്കുന്ന ലേഡീസ് അവരിടയ്ക്ക് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മുഖഭാവമാണ്. അവരിങ്ങനെ ഇരുന്നിട്ട് വായിക്കുന്നുണ്ട്. അതിൻ്റെ ഞാൻ ഇരിക്കുന്ന സൈഡ് ഓപ്പോസിറ്റ് സൈഡിലും കുറച്ച് ആൾക്കാർ, 2 ആണും 1 പെണ്ണും ഇരുന്നിട്ട് അവരും അവരുടേതായ വാദ്യോപകരണങ്ങൾ വായിക്കുന്നുണ്ട്. അങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ലേഡി നോക്കിയപ്പോൾ അവർ ഈ ഇൻ്റർവെല്ലിൽ കുറച്ച് സമയം വാദ്യം വായിക്കും, പിന്നെ പാട്ട് പാടും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർക്ക് കിട്ടിയ ഇൻ്റർവെല്ലിൽ ഞാൻ നോക്കിയപ്പോൾ അവർ കണ്ണുകൾ തുടയ്ക്കുകയും ദീർഘശ്വാസം വിടുകയും കരയുകയും. അപ്പോൾ ഞാൻ അവരെ തന്നെ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അവർ കരയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. ഇത്രയും വലിയൊരു ഷോയിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട് അവരിരുന്ന് കരയണമെങ്കിൽ ആരും കാണാണ്ടാണ് അവരെ കണ്ണൊക്കെ ഇങ്ങനെ തുടയ്ക്കുന്നുണ്ട്. ഞാൻ അവരെ കൂടുതൽ ശ്രദ്ധിച്ചതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ദുഃഖം എന്ന് പറയുന്ന ഭൂമിയിൽ എല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പോൾ ഇത്രയും വലിയൊരു ഷോയിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് അവരവരുടെ ഈ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് കരയുന്നത് എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഞാൻ ഓർത്തു, ഞാനൊരു മൈത്രി ഹീലറാണ്. ഞാൻ അവർ കരയുന്നത് കണ്ടിട്ട് അതിനെ വിഷമിക്കുകയല്ലല്ലോ വേണ്ടത്. ഞാൻ ജസ്റ്റ് മനസ്സുകൊണ്ട് അവർക്കിങ്ങനെ ഒരു ഹീലിംഗ് എനർജി അയക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കണ്ണടച്ചിരുന്നിട്ട് ഗുരുവിൻ്റെ ആ ഒരു എനർജി ഇൻവോക്ക് ചെയ്തിട്ട് അവർക്കൊരു ഹീലിംഗ് എനർജി ഇങ്ങനെ അയച്ചുകൊണ്ടിരുന്നു. ഈ ഒരു പപ്പറ്റ് ഷോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ
ഒരു ഗോൾഡൻ എനർജി എന്നിലേക്ക് പ്രവഹിക്കുന്നതായിട്ടും ഗുരുമണ്ഡലത്തിൽ നിന്ന് ആ ഒരു എനർജി ഞാൻ റീഡയറക്റ്റ് ചെയ്ത് അവർക്കിങ്ങനെ അയക്കുന്നതായിട്ടും ഞാനിങ്ങനെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഞാനിരിക്കുന്ന ആ ഭാഗത്തേക്ക് എന്നെ ഇങ്ങനെ നോക്കുന്നത് കണ്ടു. പിന്നെ അവർ കുറച്ച് റിലാക്സ്ഡ് ആയതുപോലെ തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മൈത്രി മീറ്റ് നടക്കുന്നുണ്ട് ഈ ഷിർദിയിൽ ഈ സമയത്ത് തന്നെ നടക്കുന്നുണ്ടായിരുന്നു. 20 മുതൽ 25 വരെയായിരുന്നു തോന്നുന്നു. അപ്പം എനിക്ക് മോളുടെ എക്സാമും പിന്നെ ഈ ഒരു പ്രോഗ്രാം നേരത്തെ പ്ലാൻ ചെയ്തതാണ്, അതുകൊണ്ടൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ അതിന് പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടെ നടക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എക്സാമിൻ്റെ ടൈമിലായിരുന്നു അവിടെ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അവളുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് മൈത്രി മീറ്റിന് പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ആ സമയത്ത് ഞാൻ മനസ്സുകൊണ്ട് മൈത്രി ഹീലറായ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ലല്ലോ. ആ ഒരു എനർജി അവിടെ എന്താണോ ഒരു ലെസൺസ് ഒരു എനർജി കൊടുക്കുന്നത് അതിൽ പങ്കെടുക്കാൻ എനിക്ക് ഓൺലൈൻ മീറ്റിലും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, യാത്ര ചെയ്യുന്ന ഒരു അവസരമാണ്. അപ്പോൾ അതും എനിക്ക് പറ്റുന്നില്ലല്ലോ. അങ്ങനെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പക്ഷേ എന്താ പറയുക, അവിടെ ആ ഒരു സ്ഥലത്ത് ഞാനുണ്ട് എന്ന് ഞാൻ സങ്കല്പിച്ചിട്ട് ഞാൻ ആ ഒരു എനർജിയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഈ പഗോഡകളിൽ ആദ്യം ഞാൻ പോകുമ്പോൾ നമ്മൾ ഗുരുവിനെയും ബാബയൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് പോകുന്നത്. അപ്പം ആദ്യത്തെ ആ ഒരു പഗോഡയിൽ അപ്പോൾ എൻ്റെ ആ ഒരു എനിക്കും കൂടെ ഒരു സന്തോഷമാവാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ടേസ്റ്റ് അറിയുന്നതുകൊണ്ട് മോള് ആദ്യത്തെ ദിവസം തന്നെ ഹനോയിലെ ബിന്ദിൻ പഗോഡ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ബുദ്ധക്ഷേത്രമാണത്. അത് ഏക്കർ കണക്കിന് വ്യാപിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. വളരെ മനോഹരമായിട്ടുള്ള വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ചെന്നപ്പോൾ പറയണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ചാർജ്ഡായി. അപ്പോൾ ആദ്യത്തെ ദിവസം പോയ അവിടെ ഉണ്ടായിരുന്നത് ഒരു പ്രിൻസസിൻ്റെ, ഒരു ഗ്രേറ്റ് ഹീലർ പ്രിൻസസിൻ്റെ ഒരു സ്റ്റാച്യുവിൻ്റെ അടുത്താണ് ഞാൻ പോയത്. അത് അവിടെ അങ്ങനെ ഉണ്ട് എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെല്ലുന്നത്. പക്ഷേ ആ ഒരു ഗോൾഡൻ സ്റ്റാച്യുവിൻ്റെ കഥ ഗൈഡ് പറഞ്ഞു തന്നപ്പോൾ ഞാൻ സർപ്രൈസ്ഡായിപ്പോയി. ഞാൻ ആ ഒരു മൈത്രി ഹീലിങ്ങിൻ്റെ എനർജി അനുഭവിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു എനർജി ഉള്ള സ്ഥലത്താണല്ലോ ഞാൻ ചെന്നതെന്ന്. അതായത് ആ ഒരു സ്റ്റാച്യുവിന് 1000 കൈകളുണ്ട് എന്നാണ് സങ്കല്പം. 1000 കൈ അവിടെ വെച്ചിട്ടില്ല, അവിടെ കുറേ കൈകളാണ് ഉള്ളത്. എന്നെ നോക്കിയില്ല കേട്ടോ ഞാൻ. പക്ഷേ അത് 1000 കൈയുള്ള ഒരു ഹീലർ എന്നാണ് അതിനെ പറ്റിയുള്ള സങ്കല്പം. അത് വിയറ്റ്നാമിലെ ഒരു രാജാവിൻ്റെ മകളാണ്, ഇളയ മകള്. അപ്പോൾ ആ രാജകുമാരിക്ക് വളരെ കൈൻഡ് ആൻഡ് കമ്പാഷനേറ്റ് രാജകുമാരിയായിരുന്നു. അവർ ഒരു ആത്മീയ ജീവിതം, സ്പിരിച്വൽ സാധനയൊക്കെയുള്ളൊരു ജീവിതമാണ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അച്ഛനത് ഇഷ്ടമായില്ല. അച്ഛൻ ആ മകളുടെ ആ ഒരു ആത്മീയതയിൽ കോപിച്ച്, വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചതിൽ കോപിച്ച് മകളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി, കൊല്ലാൻ വരെ ശ്രമിച്ചു എന്നൊക്കെയാണ് കഥകൾ. പക്ഷെ ആ മകൾക്ക് അച്ഛനോട് ദേഷ്യമൊന്നും ഉണ്ടായില്ല. അവർ വെളിയിൽ പോയിട്ട് തീവ്രമായ തപസ്സനുഷ്ഠിക്കുകയും ആത്മീയ സാധനയൊക്കെ ചെയ്തു. പിന്നീട് ഈ ഒരു അച്ഛൻ സീരിയസ്ലി അസുഖം ബാധിച്ച് കിടപ്പായി. അപ്പോൾ ഈ അച്ഛന് ഉള്ള ഒരേക ക്യൂർ, അതായത് അത് സുഖപ്പെടുത്താനുള്ള ഏക വഴി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദേഷ്യമോ പകയോ ഒന്നും ഇല്ലാത്ത ഒരാളുടെ കണ്ണുകളും കൈകളും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഔഷധത്തിന് മാത്രമേ അദ്ദേഹത്തെ ക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ രാജകുമാരി ഒരു മടിയും കൂടാതെ അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ കണ്ണുകളും കൈയും ദാനം ചെയ്തു. അപ്പോൾ ആ ഒരു കൈൻഡ്നെസ്, അത്രയും വലിയൊരു എന്താ പറയുക സാക്രിഫൈസ്, ത്യാഗം കണ്ടപ്പോൾ ഡിവൈൻ എന്താ പറയുക ഡിവിനിറ്റി, പ്രപഞ്ചശക്തി, ആ ഒരു ഹീലിംഗ്, അവരുടെ ഭാഷയിൽ പറയുവാണെങ്കിൽ ആ ഹീലിംഗ് വേൾഡ്, അവർ അതുകൊണ്ട് മൂഡായി. അതായത് അവർക്ക് അത് മനസ്സലിഞ്ഞിട്ട് ഈ രാജകുമാരിക്ക് ബോധിസത്വനായിട്ട് 1000 കണ്ണുകളും 1000 കൈകളുമുള്ള ബോധിസത്വനായിട്ട് പുനർജന്മം നൽകി. അങ്ങനെ റീസ്റ്റോർ ചെയ്തു കണ്ണുകളും കൈകളും. അത് ഒന്നിന് പകരം 1000 കൊടുത്തു. അപ്പോൾ ഈ 1000 കൈകൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ സഫറിങ്, അതായത് വേദന കുറയ്ക്കാനായിട്ട് ഈ 1000 കൈകൾ കൊണ്ടും ഹീലിംഗ് ഓഫർ ചെയ്യുന്ന രീതിയിലാണ് കൈകൾ. കണ്ണുകളാണെങ്കിൽ ഈ 1000 കണ്ണുകൾ കൊണ്ട് സഫറിങ് കാണാനുള്ള ഒരു കപ്പാസിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ഡിവൈൻ ആയിട്ടുള്ള എനർജിയുള്ള ആ ഒരു സ്ഥലത്താണ് ആദ്യം ചെന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു മൈത്രി ഹീലിങ്ങിൻ്റെ എനർജി, എവിടെയായാലും ഹീലിംഗ് എനർജി കമ്പാഷനേറ്റ് ആൻഡ് എന്താ പറയുക ദയയും സ്നേഹവും ഒക്കെ ഉള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കമ്പാഷനേറ്റ് ഹാർട്ട്, അതിൻ്റെ ഒരു അംശം നമ്മളിലേക്ക് ലഭിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി ഞാനവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളൊരു സങ്കല്പം വയ്ക്കുവാണ് ഗുരുവിനോടും
ഗുരുപരമ്പരയോടും എനിക്ക് ഇന്നൊരു എനർജി ഉള്ള സ്ഥലത്തേക്ക് എന്നെ നയിക്കണമേ എന്ന് നമ്മൾ സങ്കല്പം വയ്ക്കുമ്പോൾ നമ്മൾ സെൽഫ്ലെസ് ആയിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും നേടാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, നമുക്ക് ഒരു എനർജിയിൽ നിൽക്കാൻ വേണ്ടി തന്നെയാണെങ്കിൽ അവിടെ തന്നെ നമ്മൾ കൊണ്ടെത്തിക്കുന്നുള്ള എൻ്റെ ആദ്യത്തെ 2 എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ചെന്ന ദിവസം തന്നെ. പിന്നീടുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാനത് FB പോസ്റ്റിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹോച്ചിമിൻ സിറ്റിയിലേക്ക് വന്നിട്ടുള്ളതിന് ശേഷമാണ്. അപ്പോൾ അവിടെ ഈ ഹോച്ചിമിൻ സിറ്റി കുറച്ചും കൂടെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ മട്ടാണ്. എനിക്ക് ഹനോയ് ആണെങ്കിൽ അത്ര ഒരു എന്താ പറയുക, ഒരു എനർജിയുടെ കുറവൊന്നും ഫീൽ ചെയ്തില്ല. വളരെ പ്രകൃതി അവിടെ വളരെ പ്യുവറായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ആ ഹൈ എനർജി ഫീൽ ചെയ്യായിരുന്നു. ഹോച്ചിമിൻ സിറ്റിയിൽ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഒരു എനർജിയാണ്, ഒരു വൈബ്രൻറ്റ് സിറ്റിയാണത്. പ്രത്യേകിച്ചും അവിടെ നോൺ വെജാണ് മെയിൻ ഭക്ഷണം. അപ്പോൾ സ്ട്രീറ്റിലൂടെയൊക്കെ നടക്കുമ്പോൾ എനിക്കൊരു അസ്വസ്ഥതയാണ്, എനിക്ക് ആ മണങ്ങളൊന്നും പറ്റുന്നില്ല. അപ്പോൾ അവിടെ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, ആ വാക്കിംഗ് സ്ട്രീറ്റിൽ പോകാമെന്ന് പറഞ്ഞ് വൈകുന്നേരം പോയപ്പോൾ തുടക്കത്തിലൊക്കെ നല്ല രസമായിരുന്നു. 2 സൈഡിൽ നിറച്ച് ലൈറ്റുകളുണ്ട്, പാട്ടുകൾ കേൾക്കുന്നുണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നടന്നു കഴിഞ്ഞിട്ടൊരു വെളിയിലാണ്, അവിടെ ഹോട്ടലിൻ്റെയൊക്കെ വെളിയിലാണ് ഫുഡ് അറേഞ്ച് ചെയ്യുക. അങ്ങനെ കസേരകളിലിരുന്ന് ഞങ്ങൾ ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ടായി കഴിയുമ്പോൾ എല്ലാ റെസ്റ്റോറൻറ്റിൻ്റെയും മുമ്പിൽ അല്പവസ്ത്രധാരികളായിട്ടുള്ള ചെറിയ പെൺകുട്ടികൾ നിന്ന് ഡാൻസ് കളിച്ചു തുടങ്ങി. അപ്പോൾ എൻ്റെ കുറച്ച് നേരം ഇങ്ങനെ അതിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എൻ്റെ എനർജി ഇങ്ങനെ ഡൗൺ ആയി തുടങ്ങി. കാരണം ചെറിയ പെൺകുട്ടികളാണ്, ആൾക്കാരെ അവരുടെ ഫോട്ടോ എടുക്കുകയും അവരെ ഇങ്ങനെ നോക്കി നിൽക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു മാർക്കറ്റ് പ്ലേസ്. അപ്പം അതൊരു വല്ലാത്തൊരു എനർജി ആയിരുന്നു. എനിക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത തോന്നി. ഞാൻ പറഞ്ഞു നമുക്ക് പോയാലോ, കുറച്ച് നേരം കൂടി ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അവരത് എൻജോയ് ചെയ്യുന്നുണ്ട് എല്ലാവരും. പക്ഷേ എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കതൊരു ഏറ്റവും ലോവസ്റ്റ് എനർജി ഓഫ് ഹ്യൂമൻ ബീയിങ്, ഒരു വുമൺ എന്നുള്ള നിലയ്ക്കും ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്കും ആ ഒരു ലോവസ്റ്റ് എനർജിയാണ് അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്ക് വന്നിട്ട്, അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബാബയെ ഓർമ്മ വന്നു. ഞാൻ ബാബയുടെ പാദങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ ഐ ഡോണ്ട് ഫീൽ ഗുഡ്, എനിക്ക് ഇവിടുത്തെ എനർജി ഫീൽ ചെയ്യുന്നില്ല, നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം എന്ന്, എനിക്ക് ഇവിടുന്ന് പോകണം എന്നുണ്ട്, പക്ഷേ എനിക്ക് തന്നെ പോകാനും അറിയില്ല, ഇവരെ ഇവിടെ ഇട്ടിട്ട് പോകാനും പറ്റില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം. അപ്പോൾ ബാബ പറഞ്ഞത് വലിയൊരു പാഠമാണത്. ഒരു ഗുരുവിന് നമ്മുടെ ശിഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പാഠം എന്ന് പറയുന്നത് ഡിറ്റാച്ച്മെൻറ്റിൻ്റെ പാഠമാണ്. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും ഡിറ്റാച്ച്ഡായിട്ട് ഒരു സാക്ഷിയായിട്ട് നിൽക്കുക, ആ ഒരു പാഠമാണ് അപ്പോൾ ബാബ എനിക്ക് തന്നത്. എന്താ പറയുക, വിറ്റ്നസ്. ഇതിലേക്ക് കയറി അറ്റാച്ച് ചെയ്യേണ്ട, ഈ ലോകത്ത് പലതരത്തിലുള്ള എനർജി ഉണ്ടാകും. ഇതിപ്പോൾ ഹെവൻ ഓൺ എർത്ത് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണ്. പാട്ട്, ഡാൻസ്, കളർഫുൾ ലൈറ്റ്, എല്ലാവരും എൻജോയ് ചെയ്യുന്നു, കുടിക്കുന്നു. അപ്പോൾ ഇതാണ് സ്വർഗത്തെ പറ്റിയുള്ള നമ്മുടെ കൺസെപ്റ്റും അങ്ങനെയാണല്ലോ. ഉർവശി, മേനക, രംഭ, തിലോത്തമ, അവർ അവിടെ മദ്യരാക്ഷിയൊക്കെ കുടിച്ചിട്ട് സെലസ്റ്റിയൽ ബീയിങ്സിന് മുമ്പിൽ ഡാൻസ് കളിക്കുന്നു. അതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്. വൈ യു ആർ ഗെറ്റിംഗ് സോ വറിഡ്, എന്തിനാണ് ഡിറ്റാച്ച് ചെയ്തതെന്ന് കാണുന്നു. ആ ഒരു മെസ്സേജ് വന്നതോടുകൂടെ പിന്നെ ഞാൻ റിക്കവർ ചെയ്തു എന്ന് തന്നെ പറയാം. അങ്ങനെ അപ്പോൾ അതൊരു വലിയൊരു പാഠമായിരുന്നു. ഏതൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴും അതിൽ മുഴുകി പോകാതെ നമ്മൾ ബാലൻസ് ചെയ്ത് നിൽക്കുക എന്നുള്ളത്. ഞാനന്ന് പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല, ഞാൻ വേഗം റൂമിലേക്ക് മടങ്ങി. എനിക്കെന്തോ തലവേദന പോലെയൊക്കെ തോന്നി തുടങ്ങിയായിരുന്നു. ആ ഒരു എനർജി എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അന്ന് ഇങ്ങനെ കിടന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. എനിക്ക് ഇവിടുത്തെ എനർജി പറ്റാത്തതുകൊണ്ടാണ്, ബാബ എന്നോട് ക്ഷമിക്കണം, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. പക്ഷേ പിറ്റേ ദിവസം ഉണ്ടായത് ആ ഒരു എനർജി ഡ്രെയിൻ ബാലൻസ് ചെയ്യാനായിട്ട് ബാബ തന്നെ അല്ലെങ്കിൽ ഗുരു പരമ്പര തന്നെ അറേഞ്ച് ചെയ്ത ഒരു ലീലയായിട്ട് എനിക്ക് തോന്നിയത്. ഞങ്ങൾ പോയത് ഒരു നമ്മുടെ ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് തപ്പി പിടിച്ച്, അത് അടുത്ത് തന്നെയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ശരവണൻ എന്ന് പറഞ്ഞിട്ടൊരു, അതൊരു ബേസിക്കലി അവർ തമിഴാണ്, പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ്, തലമുറകൾക്ക് മുമ്പ് ബർമയിൽ കുടിയേറി പാർത്ത് പിന്നെ അവിടെ നിന്ന് വിയറ്റ്നാമിലൊക്കെ വന്ന് ഹോട്ടലൊക്കെ കിട്ടി താമസിക്കുന്നത്. അപ്പോൾ അങ്ങേർക്ക് ഇങ്ങനെ നമ്മുടെ ഭാഷ മനസ്സിലാവുന്ന ഒരാളെ കാണുമ്പോൾ ഒരു ആവേശം, അങ്ങേരുടെ കഥകളും എല്ലാം പറഞ്ഞു ഞങ്ങളോട്. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, അടുത്തൊരു മാരിയമ്മൻ കോവിലുണ്ട്, പോകണമെന്ന് വെച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഒരു മാരിയമ്മൻ കോവിലൊന്നും അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ തൊട്ടടുത്താണ്, ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു ലീല ഗുരുവിൻ്റെ ഞാൻ ആലോചിച്ചു, നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തിന് നടന്നു പോകാവുന്ന ദൂരത്തിൽ. അവിടെ ചെന്നപ്പോൾ അവിടെ മാരിയമ്മൻ എന്ന് പറയുന്നത് ശരിക്കും പരാശക്തി തന്നെയാണ്. പിന്നെ അവിടെ മഹാലക്ഷ്മി, സരസ്വതി, മഹാകാളി, ഇതൊക്കെ തന്നെ എഴുതി വെച്ചിട്ട് അവിടെ ഫോട്ടോകളും വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ കുറേ ഡേറ്റീസിൻ്റെ, മുരുകൻ, ഗണപതി, അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ തന്നെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ എവിടെ പോകുമ്പോഴും ആ ഒരു ഗുരുവിലെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് ഒരു തരത്തിലുള്ള എനർജിയും നമ്മളെ ബാധിക്കാതെ നമുക്ക് നോക്കാൻ സാധിക്കും. കാരണം ഞാൻ ഈ യാത്ര പോകുമ്പോൾ 5-6 മണിക്കൂർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കാൻ നേരിച്ചെടുത്തിട്ട് പോയത് ആധ്യാത്മികമായിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. അപ്പോൾ ഹിമാലയൻ മാസ്റ്റേഴ്സ്, ട്രാവലിംഗ് വിത്ത് ഹിമാലയൻ മാസ്റ്റേഴ്സ്, ഹിമാലയത്തിലെ ഗുരുക്കന്മാരോടൊപ്പം എന്ന് പറയുന്നത്. ആ ഗുരുവിനെ എനിക്ക് പരിചയമൊന്നുമില്ല, പക്ഷെ ഞാൻ ഓരോന്നിലും എനിക്ക് എന്ത് ലെസൺ പഠിക്കാനുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ബുക്ക് എടുക്കുക. അപ്പോൾ അതിൽ പോയപ്പോൾ അതിലെ ഒരു കഥ ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി. അതിലെ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നത്, ഗുരു എനിക്ക് മായ എന്താണെന്ന് കാട്ടിത്തരുന്നു, എനിക്ക് മായ എന്താണെന്ന് കാണണം. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി ഞാൻ കാട്ടിത്തരാമല്ലോ, നാളെ രാവിലെ കാട്ടിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന് രാത്രി ഉറക്കമൊന്നുമില്ല, നാളെ രാവിലെ മായയെ കാണാൻ പോവല്ലേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ട് വേഗം ഉറക്കമൊന്നുമില്ലാതെ ഭയങ്കര ആകാംക്ഷയോടെ മായയെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഗുരു ഒന്നും അറിയാത്ത പോലെ നമുക്കൊന്ന് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞു. നടന്നിട്ട് അവിടെ ഒരു ഉണങ്ങിയ മരം കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മരത്തിൽ ഓടിപ്പോയിട്ട് ഗുരു കെട്ടിപ്പിടിച്ചു. എന്നിട്ട്, അയ്യോ ഈ മരം എന്നെ വിടുന്നില്ല, നീ എന്നെ രക്ഷിക്കൂ എന്ന്. അപ്പോൾ ശിഷ്യൻ സ്റ്റണ്ടായിപ്പോയി. പെട്ടെന്ന് പുള്ളിക്ക് ചിന്തിക്കാനുള്ള ഒരു സാവകാശമൊന്നുമില്ല. ഗുരുവിന് എന്തോ പറ്റി, അതിൽ ഒട്ടിപ്പോയെന്ന് വിചാരിച്ചിട്ട് ശിഷ്യൻ ഓടിച്ചെന്നിട്ട് ഗുരുവിനെ പിടിക്കാൻ നോക്കുക. അപ്പം ശിഷ്യൻ പിടിക്കാൻ നോക്കുന്നവർക്ക് ഗുരു മുറുക്ക പിടിക്കും ഈ മരക്കഷ്ണത്തിൽ. അപ്പം കുറച്ച് നേരം ഇതിന് ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ ശിഷ്യനെന്ന് വെച്ചാൽ, എൻ്റെ ഗുരു സർവ്വശക്തനാണ്, ഇദ്ദേഹത്തിന് പിടിക്കാൻ ഒരു മരക്കഷ്ണത്തിന് സാധിക്കുമോ? ഒരു മരക്കഷ്ണത്തിന് അദ്ദേഹത്തെ സ്റ്റിക്ക് ഓൺ ചെയ്യിക്കാൻ പറ്റില്ല, ഇതെന്നെ കളിപ്പിക്കുന്നതാണല്ലോ എന്ന് വെച്ചിട്ട് ഗുരുവിന് ഇത് സാധിക്കുമല്ലോ, അങ്ങ് വിട്ടാൽ പോരെ എന്ന് ചോദിച്ചപ്പം ഗുരു ചിരിച്ചുകൊണ്ട് ആ മര കഷ്ണത്തിലുള്ള ആ പിടി അങ്ങ് വിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് മായ. അതായത് നമ്മൾ കയറി പിടിക്കുകയാണ് മായ. അതായത് എൻ്റേത് എന്ന് പറഞ്ഞിട്ട് അത് ഏതൊക്കെ തരത്തിൽ നമുക്ക് ആ ഒരു പൊസസീവ്നെസ് വരും എന്ന് പറയാൻ പറ്റില്ല. കുടുംബത്തിനോടുണ്ടാവും, നമ്മുടെ സ്വത്ത് വകകളോടുണ്ടാവും, വീടിനോടുണ്ടാവും. ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഗുരുവിൻ്റെ അടുത്തുള്ള പൊസസീവ്നെസ് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റില്ല. ഞാനിത് പറയുമ്പോൾ എനിക്ക് കുറേ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അപ്പം ഈ എന്താ പറയുക, ഗുരുവിൻ്റെ അടുത്ത് നിൽക്കുക, ഫിസിക്കലി അടുത്തായിരിക്കുക, പിന്നെ എന്താ പറയുക, ഗുരുവിൻ്റെ അടുത്ത ആളായിട്ട് അറിയപ്പെടുക, ഇതൊക്കെ നമ്മളെ മായയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു ഡിറ്റാച്ച്മെൻറ്റ് തരണമെങ്കിൽ ആ ഗുരുവിൻ്റെ ഗ്രേസ് തന്നെ വേണം. അപ്പോൾ ആ ഗുരു പറഞ്ഞ് പഠിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മുറുക പിടിച്ചിട്ട്, അയ്യോ എനിക്ക് വീട്ടിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നത് പോലെ, അത് ആ ഒരു എക്സ്പീരിയൻസ് ആണ് അന്ന് ബാബ എനിക്ക് കാട്ടിത്തന്നത്. അതായത് ഞാൻ എന്തിനാണ് അറ്റാച്ച്മെൻറ്റ് അതിലേക്ക് കാണിക്കുന്നത്, അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരുടെ സമയമാകുമ്പോൾ അവർക്കത് ആ ഒരു റോള് മാറ്റിയിട്ട് അവർക്ക് മോക്ഷത്തിലേക്ക് പോകണമെന്ന് തോന്നുമ്പോൾ അതനുസരിച്ച് ജന്മം അവർക്ക് കിട്ടും. അതുവരെ അവർ എൻജോയ് ചെയ്യട്ടെ, അതിൽ ഞാൻ എന്തിന് അതിൽ വരീഡാവണു എന്നുള്ളത്. അപ്പോൾ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ട് അവർക്കൊരു ബ്ലെസ്സിങ്സ് അയക്കുക, അത് തന്നെയാണ് ആ ആദ്യത്തെ എക്സ്പീരിയൻസും മൈത്രി എക്സ്പീരിയൻസും പിന്നീട് ഇങ്ങോട്ടേക്കുള്ള ഈ ഒരു എക്സ്പീരിയൻസ്. കാരണം നോൺ ജഡ്ജ്മെൻ്റലായിട്ടിരിക്കുക. ഓരോ രാജ്യത്ത് പല രാജ്യങ്ങളുണ്ട്, പല കൾച്ചറായിരിക്കും, അവർക്കത് ശരിയെന്ന് തോന്നുന്നുണ്ടാവും. അത് വളരെ ഭംഗിയായിട്ട് ബാബ എന്നെ പഠിപ്പിച്ചു എന്ന് എനിക്ക് തോന്നി ആ ഒരു യാത്രയിൽ. ഈ ഒരു യാത്രയിൽ യുദ്ധത്തിൻ്റെ ഭീകരത കണ്ട ഒരു യാത്ര കൂടെയായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് എന്താ പറയുക, മനസ്സാക്ഷിയൊക്കെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരതകൾ അനുഭവിച്ചൊരു ജനതയാണ് വിയറ്റ്നാം ജനത. അവരതിൻ്റെ ആ ഒരു യുദ്ധത്തിൻ്റെ ക്രൂരത അറിയുന്നത് കൊണ്ട് തന്നെ അവർ സമാധാനത്തിന് അത്രയും വാല്യൂ കൊടുക്കുന്നുണ്ട്. അവർ സമാധാന പ്രിയരാണ്. അപ്പോൾ ഇതും നമ്മുടെ ഭൂമിയുടെ പാർട്ട് തന്നെയാണ്. നമുക്ക് തോന്നും ഈ വിയറ്റ്നാമൊക്കെ ദൂരെയുള്ള ഒരു കൺട്രിയാണ്. ഒന്നുമല്ല, ഭൂമി തന്നെ ഒരു ചെറിയൊരു ഗ്രഹമാണെന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നു. അനേക കോടി ഗ്രഹങ്ങളിൽ ഒരു ചെറിയൊരു ഗ്രഹം, അതിൽ ചെറിയൊരു സ്ഥലത്തിരുന്ന് നമ്മൾ വലിയ ആൾക്കാരാണെന്ന് വിചാരിക്കുന്ന മണ്ടന്മാരാണ് നമ്മൾ. അപ്പോൾ വിയറ്റ്നാമിലൊക്കെ ചെന്നപ്പോൾ എനിക്ക് തോന്നി, ഭാരതത്തിൽ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ ജനിച്ച നമുക്കൊന്നും സമാധാനത്തിൻ്റെ വില അറിയില്ല. അതുകൊണ്ടാണ് നിസ്സാര കാര്യങ്ങൾക്ക് ഇപ്പോൾ ഫേസ്ബുക്കൊന്നും തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നെഗറ്റിവിറ്റി പോകുന്നത്. മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന പോസ്റ്റുകളാണ് കൂടുതലും. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റിലൊക്കെ ചെന്ന് പെടാതെ നിൽക്കണമെങ്കിൽ നമ്മൾ അത്രയും അവെയർ ആയിരിക്കണം. അപ്പോൾ മുക്തിയുടെ മാർഗത്തിലൂടെയാണ് നമ്മൾ പോകണമെങ്കിൽ ഒന്നിനെ പറ്റിയും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതിൽ തന്നെ ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു ഈഗോ, ആ ഒരു അറ്റാച്ച്മെൻറ്റൊക്കെ നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല എത്ര സൂക്ഷ്മമാണ്. അപ്പം അതൊന്നും എന്നെ ബോധർ ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ പതുക്കെ ഗുരു എക്സ്പീരിയൻസുകളിലൂടെ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് മൈത്രി ഹീലിംഗ് ആ ഒരു
വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, അതിലൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്കതിനെപ്പറ്റി ഇപ്പോൾ ആദ്യമൊക്കെ വിഷമമുണ്ട്. കാരണം നമ്മൾക്ക് കുടുംബത്തിലുള്ള കാര്യങ്ങളും നോക്കണം, ഫാമിലി ഇത് ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാത്തിനും ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും എവിടെയായിരുന്നാലും, ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നമ്മൾക്ക് ആധ്യാത്മിക പാതയിൽ നമുക്ക് ലെസൺസ് ലേൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ, എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ആ ഗുരുമണ്ഡലം ഒരുക്കിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു അനുഭവമാണ് ഈ ഒരു വിയറ്റ്നാം യാത്രയിൽ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് നിങ്ങളോട് പങ്കുവയ്ക്കണം തോന്നി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.